everybody, welcome to English speaking course. Hope you all are keeping safe and healthy. Today in this video we are going to learn some important daily use sentences. These sentences വളരെ short sentences ആണ്, but these sentences are going to be really useful for you all. നിങ്ങൾ ഈ സെൻറ്റൻസസ് ഒക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ദീസ് സെൻറ്റൻസസ് ആർ റിയലി സിമ്പിൾ. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഫ്രം മോർണിംഗ് ടു നൈറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. സോ പ്ലീസ് ഡു വാച്ച് ദ ഫുൾ വീഡിയോ ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അവർ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് പല്ല് തേക്കുക. Brush your teeth. Brush your teeth. Kulikku. How can we say this in English? Very simply we can say take bath. അല്ലെങ്കിൽ നമുക്ക് പറയാം take shower. തയ്യാറാകൂ. How can we say this in English? We can say get ready. Get dressed. ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. ഗെറ്റ് റെഡി അല്ലെങ്കിൽ നമുക്ക് പറയാം ഗെറ്റ് ഡ്രെസ്ഡ്. ദീസ് ഡേയ്സ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഗോ ടു ജിം. സോ നമുക്ക് ജിമ്മിൽ പോകൂ അല്ലെങ്കിൽ ജിമ്മിൽ പോകുക. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി ക്യാൻ സിംപ്ലി സേ ഗോ ടു ദ ജിം. ഒന്നും കൂടെ അഡ്വാൻസ് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ വി ക്യാൻ സേ ഹിറ്റ് ദ ജിം. ഹിറ്റ് ദ ജിം പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മൾ മോർണിംഗ് തൊട്ട് രാത്രി വരെ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എങ്ങനെയാണ് പറയാമെന്ന് നമ്മൾ പഠിക്കുക. സോ ഹൗ ക്യാൻ വി സേ വ്യായാമം ചെയ്യുക? ഡു എക്സസൈസ്. ഡു എക്സസൈസ്. Our next sentence is ചെടികൾക്ക് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ചെടികൾക്ക് വെള്ളം നനയ്ക്കുക. അതെങ്ങനെയാണ് നമ്മൾ പറയുക ഇംഗ്ലീഷിൽ? വി ക്യാൻ സേ വാട്ടർ ദ പ്ലാന്റ്സ്. വാട്ടർ ദ പ്ലാന്റ്സ്. വീട്ടിൽ എക്വേറിയം ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ പറയാറില്ലേ മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുക. അതെങ്ങനെയാണ് നമ്മൾ പറയുക? വി ക്യാൻ സിംപ്ലി സേ ഫീഡ് ദ ഫിഷ്. ഫീഡ് ദ ഫിഷ്. Let's move on to our next sentence. നായെ അല്ലെങ്കിൽ പട്ടിയെ നടക്കാൻ കൊണ്ടുപോകുക. Now how can we say this? We can say walk the dog. Walk the dog. Or else we can also say take the dog for a walk. അത്രയും നീട്ടി പറയാതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം walk the dog. കാറ് കഴുകുക. Wash the car. Wash the car. ഇനി കാറിൻ്റെ പകരം നമുക്ക് സ്കൂട്ടി ആണെങ്കിൽ അവിടെ പറയാം, ബൈസൈക്കിൾ ആണെങ്കിൽ അവിടെ അങ്ങനെ പറയാം. വാഷ് ദ ബൈസൈക്കിൾ. വാഷ് ദ സ്കൂട്ടി. വീട്ടിൽ സ്ഥിരമായിട്ട് പറയേണ്ട ഒരു ഡയലോഗാണ് നിങ്ങളുടെ ചായ തണുക്കുന്നു. ചായ ഉണ്ടാക്കി വെച്ച് അത് ടൈമിൽ കുടിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നെക്സ്റ്റ് ടൈം ട്രൈ ദിസ് ഇൻ ഇംഗ്ലീഷ്. Your tea is getting cold. Your tea is getting cold. ചില സമയത്ത് നമ്മൾ പറയാറില്ലേ ചൂടുള്ള കാപ്പി കുടിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഇത് വളരെ വളരെ സിമ്പിളായിട്ട് പറയാം. ജസ്റ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. I like to take a sip of hot coffee. I like to take a sip of hot coffee. അതുപോലെ തന്നെ ഒക്കെ സിമിലർ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. സോഫയിൽ വിശ്രമിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ടു ചിൽ ഔട്ട് ഓൺ ദ കൗച്ച്. ഐ ലൈക്ക് ടു ചിൽ ഔട്ട് ഓൺ ദ കൗച്ച്. കൗച്ച് എന്ന് പറഞ്ഞ സോഫ. ഐ ലൈക്ക് ടു ചിൽ ഔട്ട് ഓൺ ദ കൗച്ച്. നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസും ഇതിൻ്റെ മുന്നേ പഠിച്ച സെൻറ്റൻസൊക്കെ പറയാം. Another very very common sentence that we use in our daily life is mail പരിശോധിക്കുക. Check the mail. Check the mail.
നിങ്ങളുടെ ഗാഡ്ജറ്റുകൾ ചാർജിൽ വെക്കുക. ഗാഡ്ജറ്റുകൾ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഏതൊരു ഇലക്ട്രോണിക് ഐറ്റംസ്. സോ ഇൻ ഇംഗ്ലീഷ് വി ക്യാൻ സേ ചാർജ് യുവർ ഗാഡ്ജറ്റ്സ്. ഇനി ഗാഡ്ജറ്റ്സിന് പകരം ഫോണാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ചാർജ് യുവർ ഫോൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ചാർജ് യുവർ ലാപ്ടോപ്പ്. മുറി അതായത് റൂം വൃത്തിയായി സൂക്ഷിക്കുക. We can say this in English as tidy up the room. Tidy up the room. പാത്രങ്ങൾ കഴുകുക. How can we say this in English? We can simply say do the dishes. Do the dishes. Wash the dishes ന്നും പറയാം, but do the dishes sounds better. തുണി അലക്കുക. We can say this as do the laundry. Do the laundry. Wash the clothes എന്ന് പറയാം, but do the laundry sounds better. തുണികൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മളത് ഉണക്കാറുണ്ട്. വസ്ത്രങ്ങൾ ഉണക്കുക. How can we say this? We can say spread the clothes. അല്ലെങ്കിൽ നമുക്ക് പറയാം spread the laundry. Spread the laundry. അതായത് തുണികൾ വിരിച്ചിടുക. ഇനി നിങ്ങൾക്ക് എക്സാക്റ്റായിട്ട് ഉണക്കുക എന്നുള്ള മീനിങ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് പറയാം ഡ്രൈ ദ ക്ലോത്ത്സ്. ഡ്രൈ ദ ക്ലോത്ത്സ്. വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഡയലോഗ് പറയാറുണ്ട്. വൃത്തികെട്ട വസ്ത്രങ്ങൾ അലക്ക് സഞ്ചിയിൽ ഇടുക. Put the dirty clothes in the laundry bag. Put the dirty clothes in the laundry bag. നിലം തുടയ്ക്കുക. നിലം തുടക്കുക. മോപ്പ് ദ ഫ്ലോർ. മോപ്പ് ദ ഫ്ലോർ. മോപ്പ് എന്ന് പറഞ്ഞാൽ തുടക്കുക. ചായയൊക്കെ തണുത്താൽ നമ്മൾ പറയാറില്ലേ? ചായ ചൂടാക്കുക. ഹീറ്റ് ദ ടീ. ഹീറ്റ് ദ ടീ. ടി വി ഓഫ് ചെയ്യുക. ഇനി ടി വി അല്ല, ഫാൻ ആയിക്കോട്ടെ, എ സി ആയിക്കോട്ടെ, ഒക്കെ സെയിം രീതിയിൽ നമുക്ക് പറയാം സ്വിച്ച് ഓഫ് ദ ടി വി, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്വിച്ച് ഓഫ് ദ ഫാൻ, ഓർ എൽസ് വി കൻ ഈവൻ സേ സ്വിച്ച് ഓഫ് ദ എ സി. ഇനി ഓൺ ആക്കണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അവിടെ ഓൺ ചേർത്ത് പറയാം സ്വിച്ച് ഓൺ ദ ടി വി, ഓർ വി ക്യാൻ സേ സ്വിച്ച് ഓൺ ദ എ സി. വി ക്യാൻ ഈവൻ സേ സ്വിച്ച് ഓൺ ദ ഫാൻ. So today in this video we have learned a lots of daily use sentences. ഇതൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. Thank you all for supporting me. Thanks for watching.